ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജസ്റ്റ് വേഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് കേക്കാണ്. അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് 1 കപ്പ്, ഒരു 50 ഗ്രാം കശുവണ്ടി എടുത്തിട്ടുണ്ട്, 50 ഗ്രാം ബദാം എടുത്തിട്ടുണ്ട്, 1 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ 5 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. നമുക്ക് പൊടിക്കാൻ ഗ്രാമ്പുവാണ് എടുത്തിട്ടുള്ളത്, പൊടിച്ചെടുക്കാം നമുക്ക്. അപ്പം ആദ്യം തന്നെ നമുക്ക് കാരമൽ തയ്യാറാക്കാം. അതുപോലെ ഒരു 2 വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഗ്രാറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് അടുപ്പ് കത്തിച്ച് പഞ്ചസാര കാരമൽ ഉണ്ടാക്കാം. പഞ്ചസാര നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ബദാമും കശുവണ്ടിയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം നമ്മുടെ കാരമൽ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ കളറിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഒരല്പം കൂടെ ഒന്ന് ആയിട്ട് നമുക്ക് വെള്ളം 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഈ പഞ്ചസാരയും ഒന്ന് പൊടിച്ചെടുക്കാം. അതിൽ 5 ഗ്രാമ്പും കൂടെ ഇടുന്നുണ്ട്. ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നല്ല ഉണക്ക മുന്തിരിയാണ്, അതുകൊണ്ട് നമുക്ക് ഇതിൽ ആദ്യം തന്നെ ഉണക്ക മുന്തിരി ഇതിലിട്ട് കൊടുക്കുകയാണ്. ഒന്ന് വേകണം, അല്പം ഒന്ന് വേകാനുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് മുന്തിരിയും ക്യാരറ്റും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് ഒരു 1.5 സ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് സൺഫ്ലവർ, നമ്മൾ പൊടിച്ചു വെച്ച 1 കപ്പ് പഞ്ചസാര അതുകൂടെ ഇട്ടു. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അടിച്ചിട്ട് ഇതൊരു പാത്രത്തിലോട്ട് അടിച്ച് എടുത്ത മുട്ടയും പഞ്ചസാരയും ഗ്രാമ്പു സൺഫ്ലവർ ഓയിൽ എല്ലാം കൂടി നമുക്കൊന്ന് ചേർത്തു ഇതൊന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് ഇതിലേക്ക് ബദാമും കശുവണ്ടിയും ഞാൻ പൊടിച്ചു വെച്ചിരുന്നു, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്, ഒരു 100 ഗ്രാം ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദാമാവ് അരിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. മൈദാമാവ് ഇട്ട് കൊടുക്കാം. ഈ കപ്പിന് 1.25 കപ്പാണ് ഞാൻ മൈദ എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ. ഇതിലേക്ക് കുറേശ്ശെ നമുക്ക് 2 തവണയായിട്ട് ഇതിട്ട് കൊടുക്കാം. ബാക്കിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ സ്റ്റൗവിലാണ് ഇത് തയ്യാറാക്കണത്. നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം വെച്ച്, കുക്കറിനകത്താണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കർ വെച്ച് കൊടുത്ത് കുക്കറിനകത്തൊരു വളയം വെച്ചിട്ടുണ്ട്. ഞാനിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയോട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് അല്പം മൈദയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, എന്നിട്ട് തട്ടിക്കളയാം. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് നമുക്ക് കുറച്ച് കശുവണ്ടി കൂടെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. അതിൻ്റെ പിസിൽ ഞാൻ ഇനി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനി നമുക്ക് ഒരു മീഡിയം തീയാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു 45 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ചെറിയ തീയിലും വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ ക്യാരറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി കേക്കാണ്.
സൂപ്പർ.